രാവിലെ തന്നെ എണീറ്റപാടെ കൃതുവിൻ്റെ അടുത്ത് പോയി നോക്കുന്നുണ്ട്. കൃതു കൊണ്ട് ഫോൺ കൊണ്ട് കളിക്കുന്നത്. കൃതു ഫോൺ കൊണ്ട് കളിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഫോണിൻ്റെ കൈമ തന്നതിനെ കൊണ്ട് ഞാൻ അന്നേരം തന്നെ പറഞ്ഞു ഉമ്മാക്ക് കൊണ്ട് കൊടുക്കുന്നു. അന്നേരം തന്നെ ഓള് പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് പുറത്ത് പോയി ചോറും കൂട്ടാനും കളിക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ് എന്ന്. അങ്ങനെ മിറ്റത്തിറങ്ങിയതിന് ശേഷം എന്നോട് ചോദിക്കുക എൻ്റെ ചെരുപ്പിട്ടൊക്കെ റെഡിയല്ലെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓ കറക്റ്റാണ്, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താക്കുക കറക്റ്റ് അല്ലാണ്ട് ഇടാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. അങ്ങനെ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്നെ ഇങ്ങനെ ഇതാക്കല്ലേ കുറവാക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുല്ലിൻ്റെ എടുക്കുന്ന ലേശം ഒരു മുള്ളു മാതിരിയുള്ള സാധനം കാലിന് തട്ടിയിട്ടാണ് മൂപ്പർ അങ്ങനെ നിൽക്കുന്നത്. എന്നെ ഒന്ന് വന്ന് എടുക്കുമെന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ പറഞ്ഞു എടുക്കാനൊന്നും കയ്യില്ല, നീ വേഗം അങ്ങ് പൊരിയുന്നു. അങ്ങനെയെല്ലാം കൂടി ഞാളെന്താക്കാണ് ഈ ചോറും കൂട്ടാനും കളിക്കാൻ വേണ്ടിയിട്ട് അടങ്ങി ഇരുന്നിട്ടോ. ഇരുന്ന പാടൻ എന്നോട് പറഞ്ഞുകൊണ്ട് നീ വീഡിയോ എടുക്കാണ്ട് നീ ഇവിടുന്ന് വന്ന് കളിക്കുമെന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കയ്യിലേന്ന്. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ സത്യേട്ടൻ്റെ അടുത്ത് പോയിട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഓൾ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാനും വരുന്നതെന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നീയും വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഓളുണ്ട് ഓടി വരുന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്തുണ്ട് ഞങ്ങളെ പോരൻ്റെ മുമ്പിൽ ഒരു ഇടയുണ്ടായിരുന്നു. ഇടേൻ്റെ മുമ്പ് കൂടി ഒരു ചെറിയോൻ പോകുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എല്ലടാ എങ്ങോട്ടേക്കാന്ന്. ഓൻ എൻ്റെ ക്യാമറ കണ്ടതിന് ശേഷം എന്താണ് ഒളിഞ്ഞ് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അന്നേരം തന്നെ ഓനോട് പറഞ്ഞു നീ എന്തായാലും ഇന്ന് ക്യാമറ കുടുങ്ങിയിട്ടാണ് പോകുന്നു. ഓനാണ് ഇവൻ. അങ്ങനെയെല്ലാം കൂടി ഞങ്ങൾ രണ്ടാളും കൂടി സത്യേട്ടൻ്റെ അവിടെ പോകും കേട്ടോ. സത്യേട്ടൻ്റെ അവിടെ പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പോകുക, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഞങ്ങൾ രണ്ടാളും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ജയിച്ചതിൻ്റെ റോട്ടുമ്മൽ ഇങ്ങനെ നിൽക്കുന്നത്. സത്യേട്ടനെ നോക്കി നോക്കുന്നവരല്ലേ സത്യേട്ടൻ കൃഷിയിലാണല്ലേ പറഞ്ഞത്. അങ്ങനെ നോക്കുന്ന സമയത്ത് സത്യേട്ടൻ്റെ വായൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പം തന്നെ കൃതു പറഞ്ഞുകൊണ്ട് ഞാൻ പോവുക മൂപ്പറത വായനെ പോലെ തന്നെ നിൽക്കുന്നത് ഞാനില്ല എവിടാന്ന് പറഞ്ഞതിന് ശേഷം കൃതു അങ്ങോട്ടേക്ക് നല്ല ഓട്ടോട്ടോ. അന്നേരം തന്നെ ഞാൻ കൃതുവിനോട് ചോദിച്ചു നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ട് ഒന്നുമില്ല അത്യാട്ടെ പാട്ട് പാടിക്കളി അതാ എനിക്ക് പേടിയെന്ന്. അന്നേരം തന്നെ എന്നോട് പറഞ്ഞു നീ അങ്ങോട്ടെങ്കിലും പോടി ഞാൻ ഇങ്ങോട്ട് പോകാമെന്ന്. അന്നേരം ഉമ്മ എന്നോട് പറഞ്ഞു ഈ ആടുള്ള ഗിൽസിനൊന്ന് പെയിൻ്റ് അടിക്കി നന്നായിട്ട് വരച്ചിട്ട് അടിച്ചോ. ഞാൻ അന്നേരം എന്താക്കണം നന്നായിട്ട് വരയ്ക്കുക കേട്ടോ. വരച്ചിട്ടൊന്നും തീരുന്നില്ല. അങ്ങനെ ഒരു 4-5 ദിവസം എന്തായാലും എടുക്കുമല്ലോ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിലത്തെ സാധനം തന്നെയല്ല. അപ്പം പണിയെടുക്കാൻ ലേശം ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ ഞാൻ എന്താക്കുകയാണ് നേരെ പടന്ന് എടുത്തിട്ട് നമ്മൾ അപ്പുറത്തെ പറമ്പ് പോയിട്ട് ആടെല്ലാം ഒന്ന് വൃത്തിയാക്കും. വായ കുഴിച്ചിട്ടൊന്ന് ആര് പറഞ്ഞു റഹ്മത്തൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മളെന്താക്കുകയാണ് അപ്പുറത്തെ കണ്ടത്തിലെ തേങ്ങ ഇപ്പുറത്തെ കണ്ടത്തിലേക്ക് എടുത്തിട്ട് ആരോട് പറയുമൊന്നും വേണ്ടാന്ന് ഞാൻ പ്രത്യേകം ആരോട് പറഞ്ഞിട്ട് കൃതുവിനോട് പറഞ്ഞു കിട്ടോ. കൃതു ക്യാമറയും പിടിച്ച് ഇങ്ങനെ നിൽക്കുക നിങ്ങൾ വിചാരിക്കും കൃതു എല്ലാം പിടിക്കുന്ന ശേലയാണ് പിടിക്കുന്നത്. അങ്ങനെയെല്ലാം കൂടി നമ്മളെന്താക്കുകയാണ് അവിടെ നന്നായിട്ട് കൊത്തുക കേട്ടോ. കൊത്തുന്ന സമയത്ത് എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആടെ ഒരു തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങൊന്നും നമുക്ക് അടിപൊളിയാക്കണം എന്നിട്ട് എനിക്ക് അതിമ്മ കയറിയിട്ട് കളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. എന്താ വെച്ചാൽ കൊത്തേനെ എനിക്ക് കഴിയാത്തതിനെ കൊണ്ട് ഞാൻ പറഞ്ഞു റഹ്മത്തൊക്കെ വന്നിട്ട് ഇനി ബാക്കി കൊത്തിയാൽ പോരെന്ന് പറഞ്ഞു റഹ്മത്തൊക്കെ വരികയൊന്നും കാക്കട്ടെ നീ ഒന്ന് പറമ്പ് റെഡിയാക്കി വെച്ചാൽ റഹ്മത്തൊക്കാനെ കൂട്ടിയിട്ട് എന്താക്കാം നമുക്ക് വായൻ്റെ കന്ന് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ പറഞ്ഞില്ലേ വായൻ്റെ കന്നൊക്കെ ഞാൻ തന്നെ അങ്ങ് വാങ്ങിക്കോളാം ഒന്നും പേടിക്കണ്ട. കൃതു ഓടിക്കളഞ്ഞിട്ടോ. കൃതു അത് ഓടുന്ന ഒരുപോലത്തെ ഓട്ടോ. എന്നിട്ട് അവിടെ നിന്നിട്ട് പറയാം ഞാൻ ഇല്ല ഇനി അങ്ങോട്ടേക്ക്. ഞാൻ പറഞ്ഞു വാടി ഇങ്ങോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുന്നതിനെ കൊണ്ട് ഞാൻ അന്നേരം തന്നെ എന്താക്കി അവിടെ കൊത്തുക വേണ്ടിയിട്ട് തുടങ്ങിട്ടോ. അന്നേരം തന്നെ ഉമ്മ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് നല്ല അടിപൊളിയിൽ പണിയെടുക്കുന്നുണ്ടല്ലോ എന്ന്. എനിക്ക് ബോറടിച്ചതിനെ കൊണ്ട് ഞാൻ അവിടുന്ന് പതുക്കെ മുങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്തല്ലേ ഓള് വീണ്ടും വരുന്നത്. വീണ്ടും വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആ പുല്ലൊക്കെ അങ്ങോട്ടേക്ക് എടുത്തിരുന്ന സമയത്ത് ഒരു കമ്പ് കിട്ടിയിട്ടോ. കമ്പ് കിട്ടിയാൽ അതെടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് ചാടിയ പാടെ തന്നെ ഉണ്ട് ഓളെന്നോട് പറയുന്നത് ഇതെങ്ങാണെന്ന് വൃത്തിയാക്കേണ്ടിയെന്ന്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഇതൊന്നും നമുക്ക് ഉഷാറാക്കിയിട്ട് എന്താക്കണം ഇമ കയറണമെന്നൊക്കെ കൃതു പറയുന്നത്. അവിടെ നിന്ന് എന്തോ കിട്ടിയതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്ന ഓളെ കണ്ടതിന് ശേഷം ഞാൻ അന്നേരം തന്നെ പറഞ്ഞു നമുക്ക് പോവല്ലേ നമുക്ക് അടുത്ത വീഡിയോ ഇടണ്ടേ എന്നൊക്കെ ചെയ്യുമ്പോൾ നിൻ്റെ ഒരു വീഡിയോ എടുക്കല് നീ ഒന്ന് പോയാണേന്നൊക്കെയാണ് ഓള് പറയുന്നത് കേട്ടോ. ഞാനിങ്ങനെ പതുക്കെ അതൊക്കെ ക്ലീൻ ചെയ്ത് ഉഷാറാക്കിയിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ഷായിൻച പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡെല്ലാം ഒന്ന് വൃത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഭാഗമായി കിട്ടുമെന്ന്. അപ്പോൾ നമുക്ക് എന്താക്കുക അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടൊന്ന് ബോറടിക്കും. അപ്പോൾ എന്താക്കുക ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും. സമയമുള്ള ആൾക്കാർ എന്താക്കുക വീഡിയോ വീണ്ടും 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 കണ്ടൊന്ന് വെറുപ്പിക്കുക നന്നായിട്ട്.